മൂവാറ്റുപുഴ മാറാടിയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാറമടയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഉമേഷ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഉമേഷ്, ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. ആശ്വാസകരമായ ഒരു വാർത്ത, ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഇപ്പോഴും മണ്ണിടിയുന്നുണ്ടോ? സിന്ധൂരി, ഇതിന്റെ ദൃശ്യം പുറത്തുവന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാറാടി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ കായനാടിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാറമടയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. കുന്നിൻ ചെരുവിലെ കളിമണ്ണും കൂറ്റൻ പാറക്കഷ്ണങ്ങളും താഴെയുള്ള വെള്ളക്കെട്ടിലേക്ക് കുത്തിയൊലിച്ച് പതിക്കുകയായിരുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടായ അപകട മേഖലയ്ക്ക് സമീപം 30-ലേറെ പാറമടകൾ അവിടെ ഉണ്ട്. ഇവയിലെല്ലാം നിലവിൽ പ്രവർത്തനമില്ലെങ്കിലും ഈ കനത്ത മഴയിൽ വൻതോതിൽ വെള്ളം നിറഞ്ഞ് കര കവിഞ്ഞൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഇതെല്ലാം പൊട്ടുമോ എന്നുള്ള ഭയം അവിടെ പ്രദേശവാസികൾക്ക് ഉണ്ട്. ഈ പാറമടകളുടെ സംരക്ഷണ ഭിത്തികൾ തകർന്നാൽ ഇത് സമീപത്തെ ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒക്കെ പൂർണ്ണമായി വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ ദുരന്ത സാധ്യത കണക്കിലെടുത്ത് അധികൃതർ ഉടൻ ഇടപെടണം എന്നൊക്കെയാണ് കായനാട് നിവാസികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും നിലവിൽ ആളപായം ഒന്നും തന്നെയില്ല. പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണത്. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്.